മുഹമ്മദ് സുദീർ അബ്ദുള്ളയും ഒരു ഗാനം ആലപിക്കുന്നതോടുകൂടെ ഇന്നലെ നിർത്തിവെച്ച ചരിത്രത്തിലേക്ക് വരാം ഇൻഷാ അല്ലാഹ്. അലങ്കാര വേഷമണിഞ്ഞ് അഹദിന്റെ ചിന്തവെടി സുന്ദരമാൻ സമയം തീർക്കും ദീനീ വനിതകളെ, നിങ്ങൾ നിലകൊള്ളും ഭൂമിയിലാ ശാശ്വതരാണെന്നോ, ദീനിന്റെ പൂർണ്ണതയാകും നിസ്കാരം പാടെ മറന്ന് ടെലിവിഷനിൽ ആയുസ് തീർക്കും ദീനീ വനിതകളെ, നിങ്ങൾ നിലകൊള്ളും ഭൂമിയിലാ ശാശ്വതരാണെന്നോ, അലങ്കാര വേഷമണിഞ്ഞ് അഹദിന്റെ ചിന്തവെടി സുന്ദരമാൻ സമയം തീർക്കും ദീനീ വനിതകളെ. സീരിയലിൻ ചിന്തയിലാ ഖുർആൻ മറന്നുതാ, ശൈത്താനിൻ വഴിയതിലാ ദിവസങ്ങൾ നീക്കുന്നു. സീരിയലിൻ ചിന്തയിലാ ഖുർആൻ മറന്നുതാ, ശൈത്താനിൻ വഴിയതിലാ ദിവസങ്ങൾ നീക്കുന്നു. തസ്ബീഹിൻ തഹ്ലീലിൻ ധ്വനിക്കൽബിലില്ലാതെ തൗഹീദിൻ മാറ്റൊലികൾ ഒഴിയുന്നു മാലോകം. ഈ നിലയിൽ തുടരുമ്പോ ദീനറിയാതുഴലുമ്പോ ആരും രക്ഷക്കാർ പരലോക സഭയ്ക്കുള്ളിൽ മനുഷ്യർ നാം ഓർത്ത് കഴിയണം. സൃഷ്ടാവിൻ സൃഷ്ടിയിൽ ഉന്നതരാം നബിതൻ കൽപ്പനകൾ. അലങ്കാര വേഷമണിഞ്ഞ് അഹദിന്റെ ചിന്തവെടിഞ്ഞ് സുന്ദരമാൻ സമയം തീർക്കും ദീനീ വനിതകളെ, നിങ്ങൾ നിലകൊള്ളും ഭൂമിയിലാ ശാശ്വതരാണെന്നോ, ഇതളുകളായി പൊഴിയുകയാ ദിവസങ്ങൾ നമ്മളിലാ ഇരുളുകളായി മാറുകയാ, ചെയ്ത തെറ്റ് മർത്യരിലാ കഠിനമതാം ചൂടറിയാ, നരകമില്ല ദുനിയാവിൽ കരളുരുകും നോവറിയാ, കബറതില്ല കൺമുന്നിൽ ഇതളുകളായി കൊഴിയുകയാ ദിവസങ്ങൾ നമ്മളിലാ ഇരുളുകളായി മാറുകയാ, ചെയ്ത തെറ്റ് മർത്യരില കഠിനമതാം ചൂടറിയാ, നരകമില്ല ദുനിയാവിൽ കരളുരുകും നോവറിയാ, കബറതില്ല കൺമുന്നിൽ സന്തോഷം മലതല്ലും ദുനിയാവിൽ കഴിയുമ്പോ സന്താപം അറിയും നീ പരലോകം പുൽകുമ്പോ, മനുഷ്യൻ നാം ഓർത്ത് കഴിയണം. സൃഷ്ടാവിൻ സൃഷ്ടിയിൽ ഉന്നതരാം നബിതൻ കൽപ്പനകൾ. അലങ്കാര വേഷമണിഞ്ഞ് അഹദിന്റെ ചിന്തവെടിഞ്ഞ് സുന്ദരമാൻ സമയം തീർക്കും ദീനീ വനിതകളെ, നിങ്ങൾ നിലകൊള്ളും ഭൂമിയിലാ ശാശ്വതരാണെന്നോ, ദീനിന്റെ പൂർണ്ണതയാകും നിസ്കാരം പാടെ മറന്ന് ടെലിവിഷനിൽ ആയുസ് തീർക്കും ദീനീ വനിതകളെ, നിങ്ങൾ നിലകൊള്ളും ഭൂമിയിലാ ശാശ്വതരാണെന്നോ, അലങ്കാര വേഷമണിഞ്ഞ് അഹദിന്റെ ചിന്തവെടിഞ്ഞ് സുന്ദരമാൻ സമയം തീർക്കും ദീനീ വനിതകളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൗന്ദര്യത്തിന്റെ പകുതി ഭാഗം കൊടുത്ത് ആദരിച്ച മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മിസ്രിലെ കച്ചവടക്കാരനായ മാലിക്കിന്റെ വീട്ടിലെ കൂടാരത്തിൽ ഇരിക്കുന്നു. ആളുകൾ അങ്ങോട്ട്
വരുന്നു, തിക്കി തിരക്കിക്കൊണ്ടിരിക്കുന്നു. കാരണവന്മാരും യുവാക്കളും അതാ മത്സരിച്ച് തിരക്കിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലൂടെ കുട്ടികൾ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നു. സ്ത്രീകളാണെങ്കിലോ പുരുഷന്മാരെ അതിക്രമിച്ചുകൊണ്ട് മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുവരുന്ന ആളുകൾ വീണ്ടും ടിക്കറ്റ് എടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു. തിക്കും തിരക്കും വർദ്ധിക്കുന്ന സമയം, ആളപായം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പലരും മരിച്ചു വീഴുന്നു. ഇത് കണ്ടുകൊണ്ട് മനുഷ്യരൂപത്തിൽ അവിടെ എത്തിയ വളണ്ടിയേഴ്സായ മലക്കുകൾ അവര് വിളിച്ചു പറയുന്നു, മാലിക്കേ, ഇനി ഇവിടെ വെച്ചുകൊണ്ട് ഈ പ്രദർശനം പാടില്ല. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മിസ്റിലെ ടൗണിൽ വെച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ് എന്ന പ്രഖ്യാപനം നടത്താൻ ആവശ്യപ്പെടുന്നു. മാലിക് ആ പ്രഖ്യാപനം നടത്തുന്നു. ഒളിവ് കലിന്റെ പലരും മതിമറിവായ തമ്പി ഇറങ്ങി ഓടിയും മടങ്ങിയേറിയും ഉടലലിവോ മൗനത്തിൽ ഒടുമവരായേ പറയുകില്ല മരണവുമുണ്ടായേറ്റു ബലമുടയേ കൗരതി അതതുകളില്ല ബഹളം മികത്ത താജരിൽ ഉരത്ത ബാലരിൽ പടിമുടയോരേ നിൽക്കാതിരില്ല പരിവിരുത പരസ്യമായി പരിമിതമായി നാളുണ്ട് നിർണയമാക്കി ടൗണിൽ മികച്ച കെട്ടിടം തിരിച്ചുരച്ചുടൻ പത്രമുഖേന അവർകൾ പരസ്യമാക്കി ഉരപ്പെടലാറാവിയ തരിമമുഖം നേരിട്ട് ഒളിവ് കലിന്റെ പലരും മതിമറിവായി തമ്പിൽ ഇറങ്ങി ഓടിയും മടങ്ങിയേറിയും ഉടലലിവാൻ മൗനത്തിൽ കൊടുമവരായേ. പ്രഖ്യാപനം കേട്ട ആളുകളതാ നിരാശരായി അവരുടെ വീടുകളിലേക്ക് മടങ്ങുകയാണ്. ഇനി എന്നാണ് ടൗണിൽ വെച്ചുകൊണ്ട് പരസ്യമായ വിൽപ്പന ആലോചിച്ചുകൊണ്ട് ആളുകൾ ഇരിക്കുകയാണ്. അല്പ ദിവസം കഴിഞ്ഞു, പത്രത്തിൽ പരസ്യം കാണുകയാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മിസ്റിലെ ടൗണിൽ പ്രത്യേക സജ്ജമാക്കിയ സ്റ്റേജിൽ വെച്ചുകൊണ്ട് പരസ്യമായ ലേലമാണ് വിവരം അറിയുകയാണ്. ആ വിവരം കേട്ട ആളുകൾ ആ നഗരിയിലേക്ക് ഓടുകയാണ്. പല രാജാക്കന്മാരും അവരുടെ കുതിരപ്പുറത്തെ ഒട്ടകപ്പുറത്തെ അല്ലാത്തവർ കാൽനടയായി മിസ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ കൊട്ടാരത്തിലേക്ക് ആ ഇബ്രാനി അടിമയെ വാങ്ങിക്കൊണ്ടുവരും എന്നുറപ്പിച്ചുകൊണ്ടാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ പന്തൽ ഉയർന്നിരിക്കുകയാണ്. ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടമുണ്ട്. ഇരിപ്പിടത്തിൽ ആളുകൾ വന്നിരിക്കുകയാണ്. വിശാലമായ സ്റ്റേജാണ്. ആ സ്റ്റേജിലേക്ക് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒരുക്കി കൊണ്ടുവരികയാണ്. എങ്ങനെയാണെന്നറിയോ? നല്ല സൗന്ദര്യമായ വസ്ത്രത്തിനതാ മുത്തുമണികൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് കിരീടം ചൂടിക്കൊണ്ട് സ്വർണ്ണമിനാൽ ചീനട്ടെ കിരണ വിമാനം മുന്നിൽ അഥവാ കിരണ വിമാനം പോലോത്ത രൂപത്തിൽ ഒരു കുതിരയെ ഡെക്കറേഷൻ ചെയ്യുകയാണ്. നമ്മൾ കാണാറില്ലേ ചില വാഹനങ്ങളൊക്കെ പല രൂപത്തിലും ഡെക്കറേഷൻ ചെയ്യുന്നത്? അതേ രൂപത്തിൽ ഒരു വിമാനം രൂപത്തിൽ ഒരു കുതിരയെ ഡെക്കറേഷൻ ചെയ്തുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ കുതിരപ്പുറത്തിരുത്തിക്കൊണ്ടതാ മിസ്ർ ടൗണിലെ പ്രത്യേക സജ്ജമാക്കിയ സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ്. മഹാനവറുകൾ കുതിരപ്പുറത്തായിരിക്കുന്നത്. അടിവെച്ചടിവെച്ചുകൊണ്ട് മഹാനവറുകൾ ഇരിക്കുന്ന കുതിരയോടോ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ സ്റ്റേജിലേക്ക് കയറുകയാണ്. സ്റ്റേജ്
സ്റ്റേജിന്റെ സെന്ററിൽ വന്നുകൊണ്ട് മഹാനവറുകളതാ കുതിരയെ നിർത്തുകയാണ്. കുതിരപ്പുറത്ത് മഹാനവറുകളായി ഇരിക്കുന്നത് സൗന്ദര്യത്തിന്റെ പ്രതീകം. അള്ളാഹു സൗന്ദര്യത്തിന്റെ പകുതി ഭാഗമാ മഹാനവറുകൾക്ക് കൊടുത്തത്. ആ മഹാനവറുകളതാ ആ സ്റ്റേജിൽ ആഗതരായപ്പോൾ ആളുകളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്തെന്നില്ലാത്ത സന്തോഷമാണ്. അയ്യടെ അവിടേക്ക് വരികയാണ് ആരെന്നറിയോ? മിസ്റിലെ അസീസ് രാജാവും രാജാവിന്റെ ഭാര്യ സുലൈഖ ബീവിയോ. സുലൈഖ ബീവി തന്റെ ഭർത്താവിനോട് ഈ വിവരം പറയുന്നതും തുടർന്നുള്ള രംഗവും ചരിത്രകാരെ ഇങ്ങനെയല്ല വിശദീകരിക്കുന്നത്. വാർത്ത അരിമയുടെ തന്മാരൻ അരശനിൽ സദയം നമുക്കും